കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് 2 യാഗപീഠങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചത്. പ്രധാനമായിട്ട് അതിനാധാരമായിരിക്കുന്നത് എബ്രായലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ താഴോട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. ഇന്ന് രാത്രിയിലും നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അതേ വാക്യങ്ങൾ തന്നെ ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായലേഖനം 13-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 13, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. വേഴ്സ് 11 to 13. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് കർത്താവായി ഇവിടെ നമ്മൾ കണ്ടത് മഹാപുരോഹിതൻ ആടുകളുടെ അല്ലെങ്കിൽ പാപയാഗമായി കഴിക്കുന്ന മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുന്നു. പ്രധാനമായിട്ട് നമ്മൾ ആ വിഷയം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ മന്ദിരത്തിനകത്തേക്ക് രക്തം കൊണ്ടുവരുന്ന മൃഗത്തിന്റെ ഉടലാണ് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കണം ആ വേർഡ്. വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന മൃഗത്തിന്റെ ഉടൽ, ആ പ്രത്യേകമായിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. 7-ാം മാസം 10-ാം തീയതി ചെയ്യുന്നതായിരിക്കുന്ന പാപ പരിഹാര പെരുന്നാളാണ് ഇതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്. 7-ാം മാസം 10-ാം തീയതി നടക്കുന്ന പാപ പരിഹാര പെരുന്നാളിൽ പ്രധാനമായിട്ട് അന്നത്തെ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം മാറ്റിവെച്ച് വെള്ള വസ്ത്രം, പഞ്ഞുനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് തനിക്ക് വേണ്ടി ഒരു കാളക്കിടാവിനെ പാപയാഗമായിട്ട് എടുത്തുകൊണ്ട് ആ കാളക്കിടാവിന്റെ മേൽ തന്റെ കരങ്ങൾ വെച്ച് അതിന്റെ രക്തവും എടുത്തുകൊണ്ട് പുരോഹിതൻ ആദ്യമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ ആ കൃപാസനത്തിന് മുൻപിൽ 7 പ്രാവശ്യം തളിക്കുന്നു. പക്ഷെങ്കിൽ മഹാപുരോഹിതൻ ആ ദിവസം അകത്തോട്ട് കടക്കണമെങ്കിൽ അതിനു മുൻപായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കൃപാസനം പരിപൂർണമായിട്ട് മഹാപുരോഹിതന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമാകാതെ അത് ധൂപം കൊണ്ട്, പുക കൊണ്ട് മറയത്തക്കവണ്ണം ധൂപപീഠത്തില് ധൂപം കത്തിച്ച് ആ പുകയാണ് ആ കൃപാസനത്തെ പൂർണ്ണമായി മൂടേണ്ടത്. കൃപാസനത്തെ മഹാപുരോഹിതന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ല. ഇപ്രകാരമുള്ള മഹാപുരോഹിതൻ ആ മൃഗത്തിൻ്റെതായ രക്തം ആ കൃപാസനത്തിന്മേൽ തളിച്ച് മുൻപോട്ട് കടന്നു വരുമ്പോൾ രണ്ടാമത് ചെയ്യുന്നത് 2 ആട്ടുകൊറ്റന്മാരെ, ഒന്ന് അസസ്സേലിന്, ഒന്ന് യഹോവയ്ക്ക് എന്നുള്ള ചീട്ടില് 2 ആട്ടുകൊറ്റന്മാരെ വേർതിരിച്ച് യഹോവയ്ക്ക് എന്ന ചീട്ട് വീണമായിരിക്കുന്ന ആട്ടുകൊറ്റനെ അതിന്റെ തലയിൽ കരങ്ങൾ വെച്ചിട്ട് അതിന്റെ രക്തം എടുത്തുകൊണ്ട് രണ്ടാമത് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു പോകുന്നു. ഒന്നാമത് കാളക്കിടാവിനെ രക്തം അകത്ത് കൊണ്ടുവരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത്, ഇതിന്റെ പ്രത്യേക പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ താൽക്കുന്ന വിശുദ്ധ നിവാസം അഥവാ സമാഗമന കൂടാരം അശുദ്ധിയുടെ നടുവിൽ വസിക്കുന്നത് കൊണ്ട് ആ അശുദ്ധിയിൽ നിന്ന് ഒരു പ്രായശ്ചിത്തം കഴിപ്പാൻ വേണ്ടിയാണ് ഈ യാഗങ്ങൾ കഴിക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചത്. കാരണം യാഗപീഠം ദൈവത്തിന്റെ തിരുനിവാസം അത് എത്രമാത്രം വിശുദ്ധമായിരിക്കണമോ അത്രത്തോളം വിശുദ്ധി അതിൽ ചുറ്റുപാട് വിരിക്കുന്നവർക്ക് നൽകുവാൻ സാധിക്കാത്തത് കൊണ്ട് ജഡത്തിന് താൽക്കുന്ന ബലഹീന നിമിത്തം അതിന്റെ പ്രായശ്ചിത്തം കഴിപ്പാൻ വേണ്ടിയാണ് ഈ യാഗമൃഗങ്ങളുമായിട്ട് കടന്നു വരുവാൻ ദൈവം കൽപ്പിച്ചത്. അപ്പോൾ അതിന് ഈ യാഗമൃഗങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് പുരോഹിതൻ ചെയ്യുന്ന കാളക്കിടാവ് അത് പുരോഹിതന്റെയും അവരുടെ കുടുംബത്തിന്റെയും പാപത്തിന് പകരമായിട്ട് വരുമ്പോൾ രണ്ടാമത് കൊടുക്കുന്നതായിരിക്കുന്ന ആട്ടുകൊറ്റൻ ഹോൾ നേഷന്റെ പാപത്തിന് പകരമായിട്ടാണ് കൊടുക്കുന്നത്. 2 പ്രത്യേകമായിരിക്കുന്ന പർപ്പസ് ആണെന്ന്. ഒന്ന് കാളക്കിടാവ് അത് മഹാപുരോഹിതനും അവന്റെ കുടുംബത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ചെയ്യുമ്പോൾ ആട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ഹോൾ ഇസ്രായേലൈറ്റ്സിന്റെ പാപത്തിന് പകരമായിട്ട് കൊടുക്കുന്നത്, പ്രായശ്ചിത്തമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ അസസ്സേൽ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന ചീട്ട് വീണതായിരിക്കുന്ന ആട്ടുകൊറ്റൻ, അസസ്സേൽ എന്ന് പറയുന്നത് ദ ഗോഡ് ദാറ്റ് എസ്കേപ്പ്, വിട്ടയക്കപ്പെട്ടതായിരിക്കുന്ന ആട്ടുകൊറ്റൻ, അതെന്ത് ചെയ്യുന്നു? അതിന്റെ ചുമലിൽ അതിന്റെ തലയിൽ കരങ്ങൾ വെച്ച് ഈ പുരോഹിതൻ അവരെ ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു ആളുടെ വശം ഈ ആട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവിടുകയാണ്. ഒരിക്കൽ പോലും അത് തിരികെ വരാതെ വണ്ണം അത് എന്നേക്കുമായിട്ട് മാറ്റിക്കളയുന്നു. ഇത് അരുമനാഥനാകുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ ചെയ്തതായിരിക്കുന്ന ഈ യാഗത്തിന്റെ 2 പ്രാധാന്യതകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, യേശു പാപം വഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി. 2, യേശു നമ്മുടെ പാപം ചുമന്ന് വളരെ ദൂരേക്ക് വിട്ടു. ഇനി ഒരിക്കൽ പോലും ആ പാപത്തെ ഓർക്കാതെ വണ്ണം
സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നുവെന്ന് പറയുന്ന പോലെ ആ പാപത്തെ ഓർക്കാതെ വണ്ണം ദൈവജനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പാപത്തെ അകറ്റിക്കളഞ്ഞു. പക്ഷെ ഈ സംഭവം നടക്കണമെങ്കിൽ അതിന് മുൻപായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. 9-ാം തീയതി മുതൽ 7-ാം മാസം 9-ാം തീയതി വൈകിട്ടത്തെ സമയം മുതൽ ഇവര് അനുദപിക്കേണ്ട റിപ്പന്റൻസ് ഡേ ആണ്. അവരനുദപിക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചു. എങ്ങനെ അവർ അനുദപിക്കണം? അന്ന് ആഹാരം കഴിക്കുവാൻ സാധ്യമല്ല. തങ്ങളുടേതായിരിക്കുന്ന ഉള്ള വസ്ത്രത്തെ അവർ കീറി വെണ്ണീറും വസ്ത്രവും ധരിച്ചുകൊണ്ട്, അഥവാ ഹീനമായിരിക്കുന്ന ഈ റിപ്പന്റൻസിന്റെ ആൾക്ക് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ മുൻപോട്ട് കടന്നു പോകേണ്ടത്. ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്ന് നിൽക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ ആ കാളക്കിടാവിന്റെ ഉടല് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 27, ലെവിറ്റിക്കസ് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 27, ലേവിയ പുസ്തകം 16-27, പാപയാഗത്തിന്റെ കാളയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ആ മൃഗത്തിന്റെ രക്തം പാളയത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ അതിന്റെ മാംസം, അതിന്റെ ജഡം അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ അത് പാളയത്തിനകത്ത്, നിങ്ങൾക്കറിയാം, യാഗം കഴിക്കുന്ന സമയത്ത് ഏത് മൃഗത്തെയാണെങ്കിലും യാഗം കഴിക്കുന്നത് യാഗപീഠത്തിന്റെ മുകളിലാണ്. എന്നാൽ ഈ പർട്ടിക്കുലർ യാഗത്തിൽ പ്രധാനമായിട്ട് പാപയാഗം നമ്മൾ പഠിക്കുമ്പോഴും എക്സാക്ട്ലി ദ സെയിം നിയമമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആ യാഗപീഠത്തിന്മേലല്ല യാഗം കഴിക്കുന്നത്, പിന്നെയോ പാളയത്തിന് പുറത്താണ് കൊണ്ടുപോയി യാഗം കഴിക്കേണ്ടത്. എന്താണ്? നിങ്ങൾക്കറിയാം, സകല യാഗങ്ങളും അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ വരുവാൻ പോകുന്ന അരുമനാഥനാകുന്ന യേശു എങ്ങനെയാണ് മാനവജാതിയുടെ പാപം വഹിച്ചുകൊണ്ട് മാറ്റുന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രത്യയമായിരിക്കുന്ന കാഴ്ചപ്പാട് മുൻപിൽ കണ്ടുകൊണ്ടാണ് എബ്രായ വിശ്വാസികളോട് എബ്രായ ലേഖന കർത്താവ് എഴുതുന്നത്. അതാണ് നമ്മുടെ ചിന്തയിൽ നിൽക്കുന്നത്. അവിടെ പറയുന്നു, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അപ്പോൾ ഔട്ട്സൈഡ് ദ ക്യാമ്പ്, അതാണ് ഇന്ന് നമ്മുടെ ചിന്തയിൽ നാം ആയിരിക്കുവാൻ പോകുന്നത്. ഔട്ട്സൈഡ് ദ ക്യാമ്പ്, പാളയത്തിന് പുറത്ത്. പ്രധാനമായിട്ട് 3 വാക്യങ്ങൾ 3 ഒരേ സംഭവത്തെയാണ് വെളിപ്പെടുത്തുന്നതെങ്കിലും 3 കൂട്ടം വ്യക്തികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ വിഷയം 11-ാം അധ്യായം നമ്മെ വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിന്റെ ഒരു പ്രമാണം, 11th verse. അത് നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്തുവായിരിക്കുന്ന ഒരു പ്രമാണത്തെയാണ്. അത് പഴയ നിയമത്തിന്റെ ഒരു പ്രമാണമാണ്. പാപയാഗം കഴിക്കുന്ന മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. ഈ പ്രത്യയമായിരിക്കുന്ന വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടാമത് പറയുകയാണോ, അതിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിനോ നഗരവാതിലിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു. അന്നത്തെ സംഭവത്തെ വെച്ചുകൊണ്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന അരുമനാഥനാകുന്ന യേശുവിനെയാണോ ഇവിടെ കാണിക്കുന്നത്, യേശുവിനെയാണ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മഹാപുരോഹിതൻ ആടുകളെ അല്ലെങ്കിൽ കാളക്കിടാവിനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി യാഗമായി കൊടുത്തതുപോലെ തന്നെ അരുമനാഥനാകുന്ന യേശു പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ കാണുന്നു. അതിന് 3-ാമത്തെ സ്റ്റെപ്പ് കടന്നു വരുമ്പോൾ അത് യേശുവിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പിന്നെ നമ്മെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണോ 3-ാമത്തെ പോർഷൻ, വേഴ്സ് 13. അവിടെ പറയുന്നു, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പോൾ 3-ാമത് പറയുന്നത് നമ്മെ കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്കറിയാം, ഇത് എബ്രായ വിശ്വാസികളോടാണോ ദൈവത്തിന്റെ ദാസരോട് രേഖപ്പെടുത്തുന്നത്. എബ്രായ വിശ്വാസികളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവര് പഴയ മതത്തിൽ, പഴയ ആചാരത്തിലേക്ക്, യഹൂദ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണോ എബ്രായ ലേഖന കർത്താവ് എബ്രായർക്ക് ലേഖനം എഴുതുന്നത്.
അവർ പിന്നോട്ട് കടന്നു പോകാനായിട്ട് അവർ ആഗ്രഹിച്ചു. അവരനുഭവിച്ചതായിരിക്കുന്ന കഷ്ടത, അവരനുഭവിച്ചതായിരിക്കുന്ന നിന്ന, അവരനുഭവിച്ചതായിരിക്കുന്ന ത്യാഗങ്ങൾ, വളരെ പ്രയാസകരമായിരിക്കുന്ന വിഷയങ്ങൾ, അതാണ് അവരെ മടങ്ങിപ്പോകുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇപ്രകാരം മടങ്ങിപ്പോകുന്ന സമയത്താണോ അങ്ങനെ മടങ്ങിപ്പോകരുത് എന്ന് വെളിപ്പെടുത്തുവാനാണ് ദൈവത്തിന്റെ ദാസൻ എബ്രായ ലേഖന കർത്താവ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ട് ഇത്രമാത്രം ഡീറ്റെയിൽ ആയിരിക്കുന്ന ഒരു ലേഖനം എഴുതുവാനായിട്ട് കാരണമായി തീർന്നത്. ഓരോ വിഷയങ്ങളെയും ഒന്നൊന്നായിട്ട് വെച്ചുകൊണ്ട് പഴയ നിയമ പ്രമാണങ്ങളെക്കാൾ പുതിയ നിയമത്തിന് എന്ത് വാല്യൂ ഉണ്ട്, അത് ഈ മോശ കൊടുത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തിൽ കൂടെ ചെയ്തതായിരിക്കുന്ന ചില ചിട്ടകൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതിനല്ല വാല്യൂ ഉള്ളത്. ഇതൊക്കെയും വരുവാനിരുന്ന യേശുക്രിസ്തുവിന്റെ നിഴൽ മാത്രമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന റിയാലിറ്റി, യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ ദൈവത്തിന്റെ ദാസൻ മുൻപിൽ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നഗരത്തിന് പുറത്തു വെച്ച് എന്താണ് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം വെളിപ്പെടുത്തുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയണം, ദൈവം ഇസ്രായേൽ മക്കൾക്ക് പാപയാഗമായി, നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ ചിന്തിക്കണം, രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സംഭവിക്കുന്നത് ജനത്തിനെ വിശുദ്ധീകരിക്കേണ്ടതിന് ഉള്ള രക്തമാണോ അകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ജനത്തെ വിശുദ്ധീകരിക്കുന്ന രക്തം അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ രക്തം ആ മൃഗത്തെയാണോ വെളിയിൽ കൊണ്ടുപോകാനായിട്ടോ ദൈവം കൽപ്പിച്ചത്. രണ്ട് പിക്ചർ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകണം. ഒന്ന്, അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് ഈ രക്തം കടന്നു വന്നു. രണ്ട്, ആ രക്തം എടുത്തുതായിരിക്കുന്ന മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിൽ അതേ കാര്യമാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു എന്ത് ചെയ്തു? സ്വന്തം രക്തത്താൽ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ എന്നേക്കും ഒരു വീണ്ടെടുപ്പ് സാധിക്കേണ്ടതിനോ സ്വന്തം രക്തം കൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് കടന്നുപോയി. അന്ന് മഹാപുരോഹിതൻ ഒരു നിഴലായിരുന്ന സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിന്മേൽ കടന്നു എന്നിട്ട് രക്തം കൊണ്ടൊരു പ്രായശ്ചിത്തം കഴിക്കുന്നത് പോലെ അരുമനാഥനാകുന്ന യേശു നേരെ അതിന്റെ റിയാലിറ്റി ആകുന്ന സ്വർഗത്തിലേക്ക് തന്റെ സ്വന്തം രക്തവുമായിട്ട് കടന്നുപോയി ദൈവത്തിന്റെ അടുക്കൽ കടന്നു എന്നിട്ട് ഒരു വീണ്ടെടുപ്പ് എനിക്കും നിങ്ങൾക്കും പ്രാപിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എനിക്കും നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഒരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറയുണ്ടായി. വാസ്തവത്തിൽ ഇതൊരു കൃപാസനമല്ല, ഇതൊരു ന്യായാസനമാണ്. ഈ ഒരു എന്തുകൊണ്ട് ന്യായാസനമാണ്? ഞാൻ പറയുണ്ടായി, ദൈവം ഇരിക്കുന്ന ഇടമെന്ന് പറയുന്നത് ആ കൃപാസനം എന്ന് പറയുന്നതായിരിക്കുന്ന ആ പെട്ടിയിൽ അതിനകത്ത് വെച്ചിരിക്കുന്നതായിരിക്കുന്ന 10 കൽപ്പനകൾ അടങ്ങിയതായിരിക്കുന്ന 2 കൽപ്പനകൾ, പിന്നെയോ അഹരോന്റെ തളുത്ത വടി, പിന്നെ മണ്ണയിട്ട് വെച്ച പൊൻപാത്രം. ഇതിന്റെ മുകളിലാണ് ന്യായാധിപൻ ഇരിക്കുന്നത്. ദ ജഡ്ജ് സീറ്റഡ്, ന്യായാധിപൻ ഇരിക്കേണ്ടത്. ന്യായാധിപൻ ഏതുമേൽ ഇരിക്കുന്നുവോ അതിനനുസരിച്ചാണ് ന്യായം വിധിക്കേണ്ടത്. 10 കൽപ്പനയുടെ മുകളിലാണ് ന്യായാധിപൻ ഇരിക്കണമെങ്കിൽ ആ ന്യായാധിപന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് 10 കൽപ്പന കൊടുത്തതിന് അനുസൃതമായിട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകുമ്പോൾ അതിന് ഒരല്പം പോലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യര. കാരണം ഈ കൃപാസനത്തിലാണ്, ഈ ന്യായാസനത്തിലാണ് അരുമനാഥനാകുന്ന ദൈവം ഇരിക്കുന്നത്. കാരണം ദൈവം ഒരു ന്യായാധിപതിയായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട്, ഹീസ് എ റൈച്ചസ് ജഡ്ജ്, ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ദൈവം ന്യായം വിധിക്കേണ്ടത് തന്റെ നീതിക്കനുസൃതമായിട്ടായിരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആ ന്യായാസനം എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ് സീറ്റ് ആയിരുന്നത് കൃപാസനമായി എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ കാരണമെന്ന് പറയുന്നത് അതിന്മേൽ ഓൾറെഡി ഒരു രക്തം കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ന്യായം വിധിക്കുന്നതിന് മുമ്പ് രക്തം അവിടെ തളിക്കപ്പെട്ടു. ആ രക്തം ഒരു കാര്യം സമ്മതിക്കുകയാണോ, ഇവിടെ ന്യായവിധിക്ക് വേണ്ടി കടന്നു വന്ന് നിൽക്കുന്നവന്റെ ന്യായവിധിക്ക് അവൻ ചെയ്ത തെറ്റിനനുസൃതമായിട്ടുള്ള ഓൾറെഡി ഒരു ശിക്ഷ വഹിച്ചുകൊണ്ട് ഒരു മൃഗത്തിന്റെ രക്തം കൃപാസനത്തിന്മേൽ കടന്നു വന്നിരിക്കുക, അഥവാ ന്യായാസനത്തിന്മേൽ കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ രക്തം അവിടെ കടന്നു വന്നത് കൊണ്ടാണോ ആ ന്യായമായിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് സീറ്റ്,
റൈച്ചിയസ് ജഡ്ജ്മെന്റ് സീറ്റ് ബിക്കം ഒരു മേഴ്സി സീറ്റായി മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നത്, ഒരു കൃപാസനമായി തീരുവാൻ കാരണമായി തീർന്നത്. അല്ലായിരുന്നുവെങ്കിൽ ആ ന്യായാസനം നീതിയുടെ ന്യായാസനമാണ്. എന്നാൽ ഇതിപ്പോൾ കൃപാസനമായി തീർന്നത് ഓൾറെഡി ഒരു രക്തം അതിന്മേൽ കടന്നു വന്നു, ഓൾറെഡി ഒരു മരണം അവിടെ സംഭവിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി മറ്റാരോ മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പാപം ചെയ്തവൻ മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് മുമ്പിൽ പാപം ചെയ്തതിനു വേണ്ടി പാപമില്ലാത്ത മറ്റൊന്ന് യാഗമായി തീർന്നപ്പോൾ അവന് പകരമായിട്ട് ആ യാഗരക്തം അവിടെ കടന്നു വന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് അവിടുന്ന് വിടുതൽ പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇത് പഴയ നിയമത്തിലെ ഒരു പ്രമാണമായി നമ്മൾ കാണുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു സമാഗമന കൂടാരത്തിലെ കല്ല് ഇന്ന് രക്തവുമായിട്ട് കടന്നുപോയത് പിന്നെ വാസ്തവമായതിലേക്ക് അരുമനാഥനാകുന്ന യേശു കടന്നുപോയി. എങ്ങോട്ടാ കടന്നുപോയത്? നേരെ സ്വർഗത്തിലേക്ക് കടന്നുപോയി. എന്തുമായിട്ട് കടന്നുപോയി? തന്റെ സ്വന്തം രക്തവുമായിട്ട് കടന്നുപോയി. എന്തിനു വേണ്ടിയാ കടന്നുപോയത്? എനിക്കും നിങ്ങൾക്കും എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനം കൃപാസനമായി മാറ്റപ്പെട്ടതിന് കാരണം എന്റെ അരുമനാഥനാകുന്ന യേശുവിന്റെ രക്തം ഓൾറെഡി ദൈവത്തിന്റെ സിംഹാസനത്തിൽ കടന്നു ചെല്ലുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുൻപിൽ ദൈവം ന്യായം വിധിക്കുവാൻ നിൽക്കുമ്പോൾ ദൈവം നോക്കുന്നത് ന്യായവിധി അല്ല ദൈവം കാണുന്നത്. ഓൾറെഡി ആ ന്യായവിധി കഴിഞ്ഞിരിക്കുക. ഓൾറെഡി ദ ജഡ്ജ്മെന്റ് ഈസ് ഓവർ. ഇനിയും ജഡ്ജ്മെന്റ് ആവശ്യമില്ല. കാരണം ആ ജഡ്ജ്മെന്റ് രക്തമാണ് ആ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ചില കരുണ ലഭിക്കുവാൻ കാരണമായി തീർന്നു. ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായിരിക്കുന്ന കരുണ അതാ. ഇവിടെ ഇതാ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ഇങ്ങനെ കർത്താവായ യേശു എന്ത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു? നമ്മൾ പാപത്തിന് വേണ്ടി അവൻ മരിച്ചതിന് ശേഷം അവൻ യാഗമായി തീർന്നു. എവിടെ വെച്ച്? നഗരവാതിലിന് പുറത്തു വെച്ച്. എന്താണ് നഗരവാതിലിന് പുറത്തു വെച്ച് നമ്മൾ കാണുന്നത്? പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ഇറ്റ് ഈസ് ദ പ്ലേസ് where the sin offerings was burned. ഈ സ്ഥലമാണ് പാപയാഗത്തിന്റെ മൃഗത്തെ കൊണ്ട് ചുട്ടുകരിക്കുന്നത്. Leviticus chapter 4 verse 12 and 21. ദൈവം അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ദൈവം അത് എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? പാപയാഗം കഴിക്കേണ്ട മൃഗത്തെ അതിന് പാളയത്തിന് പുറത്തു വെച്ച് അതിൻ്റെതായിരിക്കുന്ന ഫ്ലഷ്, അതിന് മാംസം ചുട്ടുകരിപ്പാൻ ദൈവം കൽപ്പിച്ചു. പ്രധാനമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ പ്രത്യേകമായ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം കണ്ടുവാരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. മേ ബി നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ സിന്നേഴ്സ്. പാപികൾക്ക് കൊടുക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. പ്രധാനമായിട്ട് നമ്മളിത് ശ്രദ്ധിച്ചു വേണം. പാളയത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാളയത്തിന് അകത്ത് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ആരെയാണ് പാളയത്തിന് പുറത്തിട്ടേക്കുന്നത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ദൈവം കൊടുത്ത നിയമത്തിന് മുൻപാകെ നമ്പേഴ്സ് ചാപ്റ്റർ 5 വേഴ്സ് 2 to 4, സംഖ്യാ പുസ്തകം 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യം, ലേവിയ പുസ്തകം 13:45-46, ലെവിറ്റിക്കസ് ചാപ്റ്റർ 13 വേഴ്സ് 45 and 46, നമ്പേഴ്സ് ചാപ്റ്റർ 12 വേഴ്സ് 14. വായിച്ചാട്ട് ഓരോ വാക്യങ്ങളത് വായിച്ചാട്ട്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അവൻ തനിച്ച് പാർക്കണം. അവന്റെ പാപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, കുഷ്ഠരോഗം വന്നു നൽകിയ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുക. ഒരു കുഷ്ഠരോഗിയുടെ ദൈവം കൊടുത്ത നിയമനം എന്ന് പറയുന്നത്, ഒരു കുഷ്ഠരോഗി ഒരിക്കലും പാളയത്തിനകത്ത് വസിക്കരുത്. അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സിന്നിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, പാപത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും, പാളയത്തിന് പുറത്ത് എന്നുള്ള സ്ഥലം അത് ആർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണോ? ഒരു പാപിക്ക് വേണ്ടി കൊടുക്കുന്നതാ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ ഒരു വാല്യൂ എന്തെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഒന്ന്, യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത പൊസിഷൻ. രണ്ട്, ദ പൊസിഷൻ ദാറ്റ് ജീസസ് ടുക്ക് ഹിംസെൽഫ്. പാളയത്തിന് പുറത്ത് എന്ന് നമ്മൾ കാണുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, അരുമനാഥനാകുന്ന യേശുവിന് ലോകം കൊടുത്ത സ്ഥാനം. രണ്ട്, അരുമനാഥനാകുന്ന യേശു സ്വയം എടുത്ത സ്ഥാനം. ഇത് രണ്ടും പാളയത്തിന് പുറത്താണ്. എന്താണ് അരുമനാഥനാകുന്ന യേശുവിന് ലോകം കൊടുത്തൊരു സ്ഥാനം? ലോകം കൊടുത്തൊരു സ്ഥാനം എന്ന് പറയുന്നത് പാളയത്തിന് പുറത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, പാളയത്തിന് പുറത്ത് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു അഭിലഷണീയമായിരിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്താ അവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത്? അതിന്റെ എബ്രായലേഖനം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട്. അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എന്തുള്ളതാ? നിന്ദകൾ ഉള്ള സ്ഥലമാണ്, നിന്ദിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം മറ്റുള്ളവർക്ക് അഭിലഷണീയമായിരിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ എന്തോ ഒരു ഓണറബിൾ പൊസിഷൻ അല്ല. പിന്നെയോ വളരെ നികൃഷ്ടമായിരിക്കുന്ന ഒരു പൊസിഷൻ, വളരെ ഹീനമായിരിക്കുന്ന ഒരു പൊസിഷൻ. മറ്റുള്ളവർക്ക് ആ സമൂഹത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ തന്നെ മറ്റുള്ളവരുടെ സമൂഹത്തിൽ നിന്ന് വെളിയിൽ കടന്നു വന്നൊരു പൊസിഷൻ. അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ മരണം പാളയത്തിന് പുറത്തു വെച്ചായിരുന്നു എങ്കിൽ തന്നെയും അരുമനാഥനാകുന്ന യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതം തുടക്കം മുതൽ താൻ ആ ലോകത്തിൽ ജീവിച്ചുവെങ്കിലും അവൻ പുറമേ നോക്കിയാൽ അവിടെ ആയിരുന്നുവെങ്കിലും അകമേ നോക്കിയാൽ പാളയത്തിന് പുറത്തായിരുന്നു യേശുവിന്റെ ലൈഫ്. 1-2 വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിക്ക്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് പറഞ്ഞത്, ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകത്തിന് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. ആരെയാ ലോകം മനസ്സിലാക്കാതിരുന്നത്? ലോകത്തെ സൃഷ്ടിച്ചവനെ മനസ്സിലാക്കിയില്ലെന്നോ? ലോകത്തെ സൃഷ്ടിച്ചവനെ മനസ്സിലാക്കുവാൻ ലോകത്തിന് സാധ്യമായില്ല. നിങ്ങൾ നോക്ക, എത്രമാത്രം വേദനാജനകമാകുന്ന ഒരവസ്ഥയായിരിക്കണം അരുമനാഥനാകുന്ന യേശുവിന്. കാരണം താൻ സൃഷ്ടിച്ചു നൽകിയ ലോകത്തിന്, താൻ സൃഷ്ടിച്ചു നൽകിയ ലോക മക്കൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ, തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ സാധിക്കാതിരിക്കുന്ന ഹീനമായിരിക്കുന്ന ഒരവസ്ഥ. എത്രമാത്രം താൻ ലോകത്തിലായിരുന്നു എങ്കിൽ തന്നെയും അകമേ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ നിന്ന് സംവാദ് വെളിയിൽ ജീവിക്കുന്ന ഒരവസ്ഥ. അകം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. നാം ഒരു ഭവനത്തിൽ, ഒരു കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരാ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, അവിടെ നമ്മൾ വസിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഒരുപോലെ ജീവിച്ചിട്ട് ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ടവനായി നിൽക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്റെ താമസം കുടുംബത്തിനകത്തായിരിക്കാം. എങ്കിലും അതിന്റെ അർത്ഥം എന്റെ ഉള്ളം കുടുംബത്തിനകത്തൊന്നല്ല, എന്റെ ഉള്ളം മറ്റെവിടെയോ. നിങ്ങൾ മനസ്സിലാക്കുക, അരുമനാഥനാകുന്ന യേശുവിന്റെ അവസ്ഥയിലേക്കൊന്ന് കടന്നു വന്നാട്ട് യോഹന്നാൻ 1:11 വായിച്ചാൽ, ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു. ശ്രദ്ധിക്കുക, സ്വന്തമായവർ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ യേശുവിനെ കൈക്കൊണ്ടില്ല. അവൻ ആർക്ക് വേണ്ടിയാ വന്നത്? അവരെ രക്ഷിപ്പാൻ വേണ്ടി കടന്നു വന്നു. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുണ്ടായി. ആ സർഫയ്ക്ക് സ്ത്രീയോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ വിഹിതമല്ല. എന്നാൽ ആ സ്ഥാനത്ത് അരുമനാഥൻ യേശു വെളിപ്പെടുത്തിയത്, ഞാൻ മറ്റുള്ളവരെ അല്ല, യഹൂദന്മാരെ രക്ഷിപ്പാൻ അത്രേ വന്നത്. അവരെ രക്ഷിപ്പാനാണ് യേശു വന്നുവെങ്കിലും ഇപ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു. പക്ഷെങ്കിൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കാരണം സ്വന്തമായവർക്ക് യേശു അന്യനായി. നിങ്ങൾ മനസ്സിലാക്കണം, തന്റെ മരണം മാത്രമല്ല പാളയത്തിന് പുറത്തായിരുന്നത്, താൻ ഈ ലോകത്തിൽ ജനിച്ച ദിവസം
ദിവസം മുതൽ, ജനിച്ച സമയം മുതൽ താൻ ഈ ലോകത്തിലായിരുന്നു എങ്കിലും തൻ്റെ അകമേ താൻ നോക്കിയാൽ പുറത്ത് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു തൻ്റെ അകത്ത് ആയിരുന്നത്. വായിച്ചിട്ട് ഒരു വാക്യോടെ യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം. യോഹന്നാൻ 4:44. അരിമനാഥനാകുന്ന യേശു പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ യേശു അകത്തോട്ട് വരിക. ഇപ്പൊ എവിടെയാ വന്ന്? സ്വന്തം ദേശത്ത്, സ്വന്തം നാട്ടിൽ വന്നു. സ്വന്തം നാട്ടിൽ വന്നതിനെ കുറിച്ച് അരിമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുക. ഇപ്പൊ സംഭവമൊക്കെ കഴിഞ്ഞ് യേശു പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ പൊതുദേശത്ത് ബഹുമാനമില്ലാത്തവനാ. ആരും ബഹുമാനിക്കുകയില്ല, ബഹുമാനം കൊടുക്കുകയില്ല, ബഹുമാനിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ സ്വന്തം വീട്ടുകാർ പോലും, സ്വന്തം ദേശക്കാർ പോലും യേശുവിനെ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് താഴോട്ട് വന്നാട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 2-4 വരെയുള്ള വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 7 verse 2-4. അവന്റെ സഹോദരന്മാർ അവനോട്, നിങ്ങൾ നോക്ക്, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തം വീട്ടിലേക്ക്. എന്തുവാ അവിടെ തനിക്ക് കിട്ടിയ സ്വീകരണം? സ്വന്തം സഹോദരന്മാര് യേശുവിനെ നോക്കി പ്രാരം പറയുക, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരാരും രഹസ്യത്തിലൊന്നും ചെയ്യത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി മനസ്സിലാക്കി കഴിഞ്ഞ 30 വർഷക്കാലം ഒരുമിച്ച് ഒരു പക്ഷെങ്കിൽ തൻ്റെ അനിയന്മാരായി ഇവരൊക്കെ എങ്കിലും എത്ര കാലം ജീവിച്ചു എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും യേശുവിന്റെ 30-ാമത്തെ വയസ്സ് വരെ അവരോടുകൂടെ ഒരുമിച്ച് യേശു മുൻപോട്ട് കടന്നുപോയെങ്കിൽ അവരുടെ ജീവിതത്തെ വ്യക്തമായിട്ട് യേശു മനസ്സിലാക്കി, അവർക്ക് യേശുവിന്റെ ജീവിതത്തെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചുവെങ്കിലും ഇപ്പോൾ അവർ പറയുന്നൊരു വിഷയം ഇതാ: നീ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അങ്ങോട്ട് ചെല്ല, അവിടെ ഉത്സവം നടക്കുക, അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. എന്താ വിഷയം? വാസ്തവത്തിൽ അവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു. സ്വന്തമായ ഒരു ഉള്ളം കൊണ്ട് അവനെ തള്ളിക്കളഞ്ഞു. ഇതാ അരിമനാഥനാകുന്ന യേശുവിന് ഈ ലോകം കൊടുത്ത സ്ഥാനമെന്ന് പറയുന്നത്, ലോകം കൊടുത്തൊരു പൊസിഷൻ അതാ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ലോകം അവനെ തള്ളിക്കളഞ്ഞു. ലോകം അവനെ മനസ്സിലാക്കിയില്ല. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ തള്ളിക്കളഞ്ഞു. സ്വന്തം ദേശത്തെ കടന്നു വന്നു, സ്വന്തം ദേശക്കാരനെ തള്ളിക്കളഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് വന്നു, വീട്ടുകാരും തള്ളിക്കളഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ എനിക്കും നിങ്ങൾക്കും ആകുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ഒരു കൊച്ചു വിഷയം വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസം ത്യജിച്ച് അവരോടുകൂടെ കൂടുന്നതായിരിക്കുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. പക്ഷേ അരിമനാഥനാകുന്ന യേശു രക്ഷിതാവായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്നവൻ, രക്ഷിക്കുവാൻ കാരണമായി തീർന്നവൻ, തന്നെ തിരിച്ചടിച്ചപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചവൻ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഈ ലോകത്തിൽ ജീവനോടെ ഇരുന്നപ്പോഴും തൻ്റെ ജീവിതമെന്ന് പറയുന്നത് പാളയത്തിൽ ഭക്ത. അരിമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലേക്ക് കടന്നു വന്നാട്ടോ. എവിടെയാ യേശു ക്രിസ്തു കാൽവയിൽ മരിക്കുവാൻ ഇടയായി തീർന്നത്? വേദപുസ്തകം പറയുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പോപ്പായിരിക്കുന്ന തെളിവുകൾ നമ്മൾ കാണുവാൻ സാധ്യമല്ല. എങ്കിലും ദൈവത്തിന്റെ ദാസൻ എബ്രായ ലേഖനത്തിലാണ് അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നഗരവാതിലിന് പുറത്ത് വെച്ച്, നഗരവാതിലിനകത്ത് വെച്ചല്ല, പുറത്ത് വെച്ച്. ആരാ ഇത് വിധിച്ചത്? യഹൂദന്മാരുടെ നിർബന്ധപ്രകാരമായിട്ട് അന്നത്തെ ചക്രവർത്തിയാണ് ഒരു ഭരണം നടത്തിയത്. അന്നത്തെ രാജാവാണ് ഒരു നിയമം ചെയ്തത്. എന്തുവാ നിയമം ചെയ്തത്? അവനെ കൊണ്ടുപോയി ക്രൂശിക്കുവാനായിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ യേശുനാഥന് കൊടുത്തുവായിരിക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത് പാളയത്തിനകത്തായിരുന്നില്ല. അകത്ത് വേണമായിരുന്നെങ്കിൽ കൊണ്ട് ക്രൂശിക്കാമായിരുന്നു. പക്ഷെ യുഗങ്ങൾക്ക് മുൻപ് സ്വർഗ്ഗത്തിലെ ദൈവം ചിന്തിച്ചൊരു കാര്യമാണ്, അരിമനാഥനാകുന്ന യേശു ക്രൂശിക്കപ്പെടുന്ന സ്ഥാനത്ത് തന്റെ സ്വന്തം പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തിന് വേണ്ടിയാണ്, പാപത്തെ ചുമന്നൊഴിക്കുവാനാണ് വന്നു വരുന്നത്. അതുകൊണ്ട് അവന് ലഭിക്കേണ്ട സ്ഥലം പാപികളുടെ സ്ഥലമാണ്.
വസിക്കുന്നവര് കുഷ്ഠരോഗികളാണെങ്കിൽ പാപികളാകുന്നുവെങ്കിൽ അരുമനാഥന് കൊടുത്തു വായിക്കുന്ന യഹൂദന്മാര് കൊടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് പാപികളുടെ പൊസിഷനാ കൊടുത്തത്. പാപികളുടെ പൊസിഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഇടതും വലതും രണ്ടുപേരെ കൂടെ ക്രൂശിച്ചു. അവരും പാപികളായിരുന്നു. എന്തിന്? ഒരു പാപമായിട്ട് ചൂണ്ടിക്കാണിക്കുവാൻ, ഒരു പാപമായിട്ട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. ലോകം യേശുവിന് ആ പൊസിഷനാണ് കൊടുത്തതെങ്കിൽ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കുമുള്ള പൊസിഷൻ എന്ന് പറയുന്നത് പാളയത്തിനകത്തല്ല, പാളയത്തിന് പുറത്താ. പാളയത്തിനകമാണ് എനിക്കുള്ളതെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ മുൻപോട്ട് നയിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന ചുറ്റുപാടിൽ, ആയിരിക്കുന്ന സൊസൈറ്റിയിൽ എനിക്ക് മാന്യത വേണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, സൊസൈറ്റിയിൽ മാന്യത കിട്ടുന്ന ഒരു ജീവിതമല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത്. സമൂഹം തള്ളിക്കളയുന്ന ഒരു ജീവിതമാണ് ഒരു ക്രിസ്തീയ പൈതലിന്റെ ജീവിതം. ഒരു ക്രിസ്തീയ വിശ്വാസി അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, അങ്ങനെ അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? നാമും നഗരത്തിന് പുറത്ത്, അവിടെയാ അരുമനാഥനാകുന്ന യേശു ക്രൂശിക്കപ്പെട്ടതോ, അവിടെയാണ് യേശു ക്രിസ്തു ആയിരിക്കുന്നത്. യേശുവിനോട് എനിക്ക് നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നഗരത്തിനകത്തല്ല എന്റെ യേശുവിനോട് ഈ കൂട്ടായ്മ ഉള്ളതോ, നഗരത്തിന് പുറത്താണോ എന്റെ യേശുവിനോട് കൂട്ടായ്മ ഉള്ളതോ? ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, നഗരത്തിനകത്ത് യേശുവിനോട് കൂട്ടായ്മ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹോദര തെറ്റിപ്പോയി, സഹോദരി തെറ്റിപ്പോയി. നഗരത്തിനകത്ത് വെച്ചൊരു കൂട്ടായ്മ വേണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതലായി തീർന്നുവെങ്കിൽ അരുമനാഥനാകുന്ന യേശു പ്രകാരം പറഞ്ഞു, ഒരു പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. എന്താ അവിടെ വെളിപ്പെടുത്തുന്നത്? അരുമനാഥനാകുന്ന യേശുവിന് ലോകം കൊടുത്തതിനേക്കാൾ വലിയതായിരിക്കും എനിക്കും നിങ്ങൾക്കും തരുന്നത്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് വിട്ട് മാറ്റപ്പെടുന്നതിന് മുമ്പ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ പ്രാധാന്യമാണ്. എന്തുവാത്? തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-2 വാക്യം. നിങ്ങൾ ഇടയിൽ പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ശ്രദ്ധിക്ക്, നിങ്ങളെ കൊല്ലും. പക്ഷെ കൊല്ലുമ്പോ അവര് ചിന്തിക്കുന്നത് ദൈവത്തിന് അവർ വഴിപാട് കൊടുക്കുന്നതാ എന്ന് പറഞ്ഞാൽ ഇവൻ മരിക്കുന്നത് ദൈവത്തിന് പ്രസാദമെന്നാണ് അവർ കണ്ടിരിക്കുന്നത്. അതിനാ എന്നെ കൊല്ലുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ പാപ്പ് പാളയത്തിനകത്ത. ഈ ഒരു റിജക്ഷൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ താമസിക്കുന്നത് പാളയത്തിനകത്തെന്ന. യേശു ആഗ്രഹിക്കുന്നത് പാളയത്തിനകത്തുള്ളൊരു ജീവിതമല്ല. യേശുവിനോട് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ പാളയത്തിന് പുറത്തേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, നാം അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എന്തോ എടുക്കണം. അവന്റെ നിന്ന ചുമന്നുകൊണ്ട്. എന്തോ നിന്നയാ? യേശുവിന്റെ. എന്തുവാ പറയാൻ പോകുന്ന ലോകം? വേണ്ട, വേദവസ്തു എടുത്തുകൊണ്ട് പോകുന്നത്. എന്തുവാ പറയാൻ പോകുന്നേ? കഴിഞ്ഞ നാൾ ഒത്തിരി നല്ലതായിരുന്നു, ഇപ്പം വേണ്ട, അവൻ എല്ലാത്തിനും വിട്ടേച്ച് പോവാ. ഈ വാക്കുകൾ ലോകം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, യു ആർ ഇൻ ദ കറക്റ്റ് ട്രാക്ക്. ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ട്രാക്കിലാണോ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ലോകം ത്യജിക്കുന്നില്ല എങ്കിൽ, ലോകം നമ്മളെ തള്ളിക്കളയുന്നില്ല എങ്കിൽ,
അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾ ലോകത്തോട് കൂട്ടുചേർന്ന. ലോകം തള്ളിക്കളയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നുവെന്നുള്ളതാ. യഥാർത്ഥമായിട്ടൊരു ദൈവ പൈതലിന് വേണ്ടത് അരിമനാഥനാകുന്ന യേശുവിന് ലോകം കൊടുത്തൊരു പൊസിഷൻ പാളയത്തിന് പുറത്താകുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലോകം തരുന്ന പൊസിഷൻ പാളയത്തിന് പുറത്തായിരിക്കും. ഒരിക്കലും പാളയത്തിനകം ഞാൻ നിങ്ങളത് എക്സ്പെക്ട് ചെയ്തത്. രണ്ടാമത്തെ വിഷയം, ഈ പാളയത്തിന് പുറത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ എബ്രായ ലേഖനം 11-13 അധ്യായം അതിന്റെ 12 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു മർമ്മം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇപ്രകാരമാണ്: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിനോ നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. അവിടെ നമ്മൾ കാണുമ്പോൾ യേശുവിനെ കൊണ്ട് അവിടെ കൊണ്ടുപോയി ക്രൂശിച്ചെന്നല്ല പറയുന്നത്. അങ്ങനെ യേശു, ഇവിടെ ആരാ ഒരു എഫേർട്ട് നമ്മൾ കാണുന്നത്? ലോകത്തിന്റെ എഫേർട്ടല്ല, യേശുവിന്റെ ഒരു എഫേർട്ടാ. എന്തുവാ യേശു ചെയ്തത്? യേശു മനസ്സിലാക്കി എന്റെ സ്ഥാനം എവിടെ എന്നുള്ളത് യേശു മനസ്സിലാക്കി. യേശുവിനറിയാം ഇവിടെ ഞാൻ ആയിരിക്കുമ്പോൾ എവിടെയാണ് എന്റെ സ്ഥാനം, വേർ ഈസ് മൈ പൊസിഷൻ. ആ പൊസിഷൻ യേശു മനസ്സിലാക്കി. യേശു മനസ്സിലാക്കിയ പൊസിഷൻ എന്ന് പറയുന്നത് പാളയത്തിനകത്തല്ല, പാളയത്തിന് പുറത്ത്. എന്തുവാ യേശു ഈ പൊസിഷൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? തൻ്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാ ഇത്? ആത്മീയ ദൂത് ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. എന്തിനു വേണ്ടിയാ യേശു നഗരവാതിൽ പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചത്? അവിടെ പറയുന്നു, നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന്, നമ്മൾ സാങ്ക്ടിഫൈ ആകേണ്ടതിന്. യേശുവിന്റെ കഷ്ടാനുഭവം കൊണ്ട് എനിക്ക് ലഭിച്ചതാണ് സാങ്ക്ടിഫിക്കേഷൻ. യേശു കഷ്ടം അനുഭവിച്ചതാണോ ഈ അനുഗ്രഹം ഞാൻ പ്രാപിക്കുവാൻ കാരണം? യേശുവിന്റെ കഷ്ടതയാണോ ഞാൻ എന്റേതായിരിക്കുന്ന വിശുദ്ധീകരണത്തിന് കാരണമായി തീർന്നത്? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദൈവ വേല ചെയ്യുന്ന ദൈവത്തിന്റെ പൈതൽ, നിന്റെ മരണമാണോ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് കാരണമായിരിക്കുന്നത്? സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവദാസൻ മരിച്ചേ പറ്റത്തുള്ളൂ. ഒരു സെൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവദാസൻ മരിച്ചേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു മരണമെന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു മരണം സംഭവിക്കേണ്ടത് എന്റെ ജഡമാണോ മരിക്കേണ്ടതോ? എന്റെ ജഡമാണോ കൊല്ലപ്പെടേണ്ടതോ? എന്റെ ഫ്ലഷ്ലി ഡിസേഴ്സ് അതിനെയാണ് മരിപ്പിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ കുടുംബനാഥൻ കൊല്ലപ്പെടണം. ഒരു സഭ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതിന് ലീഡർ മരിക്കണം. ഒരു സെൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ചെറിയ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മരണം സംഭവിക്കാതെ സാധ്യമല്ല. ഒരു മരണം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളും ലോകക്കാരെ പോലെ, ലോകത്തുള്ളവരെ പോലെ, ലോകത്തെ അനുഭവിക്കുന്നവരെ പോലെ ഞാൻ നിങ്ങൾ മുൻപോട്ട് ജീവിക്കുന്നുവെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കുന്നില്ലെന്ന. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിൽ സന്തോഷിക്കുന്ന പോലെ കൈയടിക്കുന്നതോ ചിരിക്കുന്നതോ അല്ല. ഒരു വ്യക്തി തന്നെത്താൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പാതപടങ്ങളിലേക്ക് മാറ്റപ്പെടുമ്പോൾ, ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുവാൻ ഇടയായിത്തീരുമ്പോൾ, ദൈവത്തിന് വേണ്ടി ത്യാഗം വഹിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ, തന്നോട് താൻ പറയുകയാണോ, എനിക്ക് ഈ ലോകത്തിലുള്ളതായി ഹിതമല്ല എനിക്ക് വേണ്ടതോ, എനിക്ക് ജഡത്തിന് ഇഷ്ടമല്ല എനിക്ക് വേണ്ടതോ, ഐ വോണ്ട് ടു പ്ലീസ് ഗാഡ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായിരിക്കുന്ന സന്തോഷം ഞാൻ നിങ്ങളത് അനുഭവിക്കുന്നത്. അതുവരെ ക്രിസ്തീയ സന്തോഷത്തിന്റെ അനുഭവം എന്തെന്നുള്ളതോ അതിൽ മേന്മ എന്തെന്നുള്ളതോ എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധ്യമല്ല. ഒരാത്മീയ ട്രാക്ക് എന്ന് പറയുന്നതോ ഞാൻ നിങ്ങളും ആ കറക്റ്റ് പദ്ധതിയിൽ വന്ന് നിൽക്കുന്നതാ. അവിടെയാണ് ഒരു മരണം. ഇവിടെ ഞാൻ ചിന്തിച്ചു, യേശു തനിക്ക് തന്നെ കണ്ടുപാലിക്കുന്ന ഒന്ന്. യേശു പാളയത്തിനകത്ത് ജീവിച്ചവന്. യേശു പാളയത്തിനകത്ത് ജീവിച്ചപ്പോഴും യേശു ഒരു കാര്യം മനസ്സിലാക്കി,
ഈ പാളയത്തിനകത്തല്ല എൻ്റെ പൊസിഷൻ. എൻ്റെ പൊസിഷൻ പാളയത്തിന് പുറത്താണ്. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ചിന്തിച്ചോണം. ലോകം അരുമനാഥനാകുന്ന യേശുവിന് കൊടുത്തതോ പാളയത്തിന് പുറത്താ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന അതല്ല. യേശു പാളയത്തിനകത്ത് ജീവിക്കുമ്പോൾ യേശു സ്വയമായി ഏറ്റെടുത്തതോ പാളയത്തിനകമായിരുന്നില്ല, പാളയത്തിന് പുറമായിരുന്നു. യേശു ചൂസ് ചെയ്തത് അതായിരുന്നു, പാളയത്തിന് പുറത്ത്. അവിടെ എന്താ ഉള്ളത്? അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു വേർഡിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. John the Gospel chapter 15 verse 19. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ, മനസ്സിലായോ? നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നിട്ട് താഴെ, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ. നിങ്ങൾ ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ, ഈ വായിക്കുന്ന ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്താൽ, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വേർഡ് ഒത്തിരി ഡീപ്പർ മീനിങ് ഉണ്ട്. ഞാൻ നിങ്ങളെ എവിടുന്നാ തെരഞ്ഞെടുത്തത്? ലോകത്തിൽ. എന്നാൽ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിലെ 15-ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന വേർഡ്. അണ്ടർലൈൻ ചെയ്താട്ട് ആ വാക്യം കൂടെ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17 verse 15. യെസ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇതിന്റെ പശ്ചാത്തലം. ആ മധ്യസ്ഥ പ്രാർത്ഥന യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രകാരം പറയുക, കർത്താവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. താഴോട്ട്, ഞാൻ ലൗകികനല്ലാത്ത പോലെ. അതാണ് ഇമ്പോർട്ടന്റ്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. പ്രൈസ് ഗോഡ്. എന്താ ഇവിടുത്തെ വിഷയം? ഞാൻ ലൗകികനല്ല. യേശു ഇവിടെ ജീവിച്ച് അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്ന് പറഞ്ഞാൽ അവരെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നേ? ലോകത്തിൽ. പക്ഷെ അവരാരല്ല? ലോകക്കാരല്ല. ലോകത്തിൽ അവർ ജീവിക്കുന്നേ, ലോകത്തിൽ അവർ വസിക്കേണ്ടത്. പക്ഷെ ഞാനും നിങ്ങളും ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാനും നിങ്ങളും ലോകത്തിൽ ഉള്ളവൻ ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടവനല്ല. ലോകക്കാർ എന്ത് ചെയ്യുന്നു അത് ഞാൻ ആവർത്തിക്കേണ്ടതല്ല. അത് ഞാൻ ഏറ്റെടുത്ത് എൻ്റെ പ്രാവർത്തിക ജീവിതത്തിൽ കൂടെ കണ്ടു ചെയ്യേണ്ട കാര്യങ്ങളല്ല. ദൈവം എന്നെ വിളിച്ചത് ലോകത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി വെച്ചു. പക്ഷെ എന്നെ ഇപ്പോഴും വെച്ചിരിക്കുന്ന എവിടാ? ലോകത്തില. ഐ ആം ഇൻ ദ വേൾഡ്. പക്ഷെ എന്തുവാ വേണ്ടത്? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ലോകത്തിൽ വെച്ചിട്ട് ലോകത്തിൽ നിന്ന് വേർപെടുത്തി വെച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ, ആഫ്റ്റർ ഓൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവരായിരിക്കുന്ന സമൂഹത്തിൽ, അവരായിരിക്കുന്ന സൊസൈറ്റിയിൽ, അവരായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന്, അതിൻ്റെ ചുറ്റുപാടുകളോട് ഒരു വേർപാട് അവരുടെ ഉള്ളിലുണ്ടാകണം. ഒരു വേർപാട് അവരുടെ ഉള്ളിലുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചാൽ, തുടരുത്, രുചിക്കരുത്, ഇതല്ല വേർപാട്. വേർപാടെന്ന വാസ്തവമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ഒരു മനുഷ്യന് വേർപെടുവാൻ സാധിക്കുന്നത്? വേർപെടണമെങ്കിൽ ഭൗതികമാർക്ക് ചില ചിട്ടകൾ ഞാനും നിങ്ങളും ചെയ്യത്തില്ല എന്ന് പറയുന്നതുകൊണ്ടല്ല കാര്യമുള്ളത്. ഒന്നാമതായിട്ട് സംഭവിക്കേണ്ടത്, ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന വേർപാടെന്ന് പറയുന്നത്, വായിച്ചോട്ടെ 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, Psalm 4:3. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ എന്തുവാ യഥാർത്ഥമായിട്ടുള്ള വേർപാടെന്നറിയാമോ? ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. അവിടെയാ വേർപാട് ജീവിതത്തിൽ കടന്നു വരുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ പുറമെ കാണിക്കുന്ന ചില ക്രിയകൾ മാത്രമാ.
യഥാർത്ഥമായിരിക്കുന്ന വേർപാടെന്ന് പറയുമ്പോൾ എന്റെ ദൈവത്തോടുള്ള സ്നേഹം മുഖാന്തരമായിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തെ എന്റെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, എന്റെ സ്നേഹനിധിയായിട്ട് എന്റെ ദൈവത്തെ ഞാൻ കാണുമ്പോൾ, എന്റെ സകലത്തിനും സകലതുമായിട്ട് എന്റെ യേശുവിനെ ഞാൻ കാണുമ്പോൾ, ആ യേശുവിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിലാണ് വേർപാട് വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? എന്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ, എന്റെ യേശുവിനുള്ള സ്നേഹം എന്റെ ഉള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറയുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. ദൈവത്തെ ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ഉള്ളം ദോഷത്തെ വെറുക്കാൻ തുടങ്ങുന്നേ. മറ്റത് എന്താണെന്നറിയാം? നിർബന്ധം കൊണ്ട് ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുന്നു. അതിന്റെ അർത്ഥം ഇപ്പോഴും അതിന്റെ ആഗ്രഹം ഇവിടെ കിടപ്പുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ എന്തുവാ ചെയ്യുന്നത്? മറ്റുള്ളവർ ഞാൻ ദൈവപരമായതുകൊണ്ട് എന്നെ കളിയാക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പുറമേ കാണിക്കുന്ന ചില പ്രകടനങ്ങൾ മാത്രമാണ് വേർപാടെന്ന് പറയുന്നത്. വേർപാട് അവിടെ അല്ല. എന്റെ ദൈവത്തോടുള്ള എന്റെ സ്നേഹം കടന്നു വരുമ്പോൾ, എന്റെ ദൈവത്തെ ഞാൻ സകലത്തിലും സകലതുമായി സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ പാദാന്തിയിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ഞാൻ ബന്ധപ്പെടുന്ന ആ സമയത്ത് അവിടെയാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, എൻ്റെ ദൈവത്തിന് ഇഷ്ടം മാത്രമേ എൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, യേശു ക്രിസ്തുവിൽ ആ സ്നേഹം വസിച്ചതായ സമയത്ത്, യേശുവിന് ലഭിച്ചത് ലോകക്കാരനായി ലോകത്തിൽ ജീവിച്ചുവെങ്കിലും ലോകക്കാരനായിരിക്കാതെ വണ്ണം ജീവിച്ചതുപോലെ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ കടന്നു വരുമ്പോൾ ലോകത്തിൽ ഞാൻ ജീവിച്ചാലും ലോകക്കാരനാകത്തില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? മാറ്റം വരേണ്ടത് എവിടാന്നറിയാമോ? ഉള്ളത്തിൽ. എന്തുവാ മാറ്റം വരേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുവാനുള്ള താല്പര്യം, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആഗ്രഹം. പറഞ്ഞ് പറയിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, ദൈവത്തോടുള്ള സന്തോഷം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പാദമല്ലാതെ മറ്റൊന്നും ആകത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നേ? സ്വയമായിട്ട് യേശു മനസ്സിലാക്കി, where is my position in this world? ഈ ലോകത്തിൽ എൻ്റെ പൊസിഷൻ എവിടെയാ? യേശു മനസ്സിലാക്കി, ഞാൻ അവരോടുകൂടെ സ്വന്തം ഗ്രഹത്തിൽ സ്വന്തം ജനത്തിനിടയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും എൻ്റേത് ഇതിൻ്റെ ഇടയിലല്ല. ഞാനിവിടെ അന്യനാ. അബ്രഹാം ചെയ്താതാ. സമ്പത്തിനെ ധാരാളമായി കൊടുത്തിട്ടും അബ്രഹാം ഒരു വീട് വെച്ച് താമസിക്കാതിരുന്നൊരു കാരണമെന്ന് പറയുന്നത്, അബ്രഹാം മനസ്സിലാക്കി, ഈ ദേശത്ത് ഞാനൊരു കൂടാരവാസിയാ. മനസ്സിലാക്കി. അതാ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രവർത്തനം. ആരും പറഞ്ഞില്ല അബ്രഹാമിനോട് നീ കൂടാരത്തിൽ വസിക്കാവെന്ന്. പക്ഷെ എങ്ങനെയാ സംഭവിച്ചത്? ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ കടന്നു വന്നപ്പോൾ, ദൈവത്തോടുള്ള ആഗ്രഹം ഉള്ളിൽ കടന്നു വന്നപ്പോൾ, ദൈവത്തോടുള്ള പ്രീതി ഉള്ളിൽ കടന്നു വന്നപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ആയുസ്സിൽ ഞാൻ ഈ ലോകത്തിൽ ഭൂമിയിൽ ഒരിക്കലും ഒരു കെട്ടിടം പണിയാൻ പോകത്തില്ല. ഞാൻ വസിക്കുന്നത് കൂടാരത്തിലായിരിക്കും. ആരായി ചെയ്യിച്ചേ? ഏതെങ്കിലും നിയമം പറഞ്ഞു കൊടുത്തിട്ടാണോ പുള്ളിയെ ചെയ്തേ? ഇന്ന് നമ്മളും അബ്രഹാമിനെ അഭിമാനിക്കുവാനുള്ള കാരണമെന്ന്, ഇന്നും അബ്രഹാം കൂടാരത്തിൽ, അന്ന് അബ്രഹാം കൂടാരത്തിൽ വസിച്ചു എന്നുള്ളതാ. ആരാ പറഞ്ഞു കൊടുത്തത്? ദൈവത്തിന്റെ മനോഹരത്വം കണ്ടപ്പോൾ, ദൈവത്തോടുള്ള സ്നേഹമുള്ളിൽ തികഞ്ഞു വന്നപ്പോൾ അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ടേ വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കുക, ആറ്റിറ്റ്യൂഡ് എവിടെ ഇരിക്കുക? ലോകത്തിൽ. പക്ഷെ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തുണ്ടായി? ഞാൻ ഇന്നിപ്പോ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എത്രത്തോളം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം മാത്രമേ ലോകത്തിൽ നിന്ന് വേർപെടുവാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. How much you love God, that much
you can separate from the world. അതതിൻ്റെ കണ്ടീഷനാ. പുറമേ നമുക്കൊന്നും കൂടുതലൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരേണ്ട ക്രിയകളാ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന കാര്യങ്ങളാ. അവിടെയാണ് വേണ്ടത്, അവിടെയാണ് ആവശ്യമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരു ദൈവപതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശു പാളയത്തിന് പുറത്ത് അവൻ കഷ്ടം അനുഭവിച്ചുവെങ്കിൽ നാമും അവൻ്റെ പിന്നാലെ കടന്നിയെന്നോ. എവിടെ? പാളയത്തിന് പുറത്ത്. യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഉള്ള പൊസിഷൻ പാളയത്തിന് പുറത്താ. പാളയത്തിനകത്തില്ല. പാളയത്തിനകത്തൊക്കെ അവർക്ക് ഒരു സ്ഥാനവുമില്ല. പാളയത്തിനകത്ത് ജീവിക്കണമെന്ന് ചിന്തിച്ചാൽ യേശുവിനോട് കൂടെ അല്ല. യേശുവിനോട് വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാളയത്തിന് പുറത്തേക്ക് നാം കടന്നില്ലേണം. എന്തോ ഉണ്ട്, വെറുതെ അല്ല ചെല്ലേണ്ടത്, ഒരു കെട്ട് നിന്നുകളുമായിട്ടാ ചെല്ലേണ്ടത്. നിൽക്കുമ്പോൾ ചിന്തിക്കുമായിരിക്കാം, ഞാൻ എന്തിനാ ഇതൊക്കെ വഹിക്കുന്നേ, ഇങ്ങനെ പുത്തൂരത്തിൽ പോകാമെന്ന്. ദൈവം അതല്ല ആഗ്രഹിച്ചത്. നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് ക്യാരി ഓൾ ദ ഡിസ്പൈസ്, എല്ലാ നിന്ദകളും ചുമന്നുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് കടന്നില്ലുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു വരവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ യേശുവിനോട് കൂട്ടായ്മയുണ്ട് എന്ന് ഞാൻ നിങ്ങളും പറയുന്നുവെങ്കിൽ, എത്രത്തോളമുണ്ട് എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് ശാന്തമായി ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എത്രത്തോളം ലോകത്തിൽ നിന്ന് എനിക്ക് വേർപെടുവാൻ സാധിച്ചു, എത്രത്തോളം ലോകത്തിൽ നിന്ന് എനിക്ക് മാറ്റപ്പെടുവാൻ സാധിച്ചു. ഇന്ന് രാത്രി സ്വയം പരിശോധനയുടെ ദിവസമായി തീർന്നുകൊണ്ട് ഒരു കാര്യം ദൈവത്തോട് പറയുക, കർത്താവേ, ഈ ലോകമല്ല എനിക്ക് വേണ്ടത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി അവസാനത്തിലൊരു രക്തമിൽ ഊറ്റി തന്ന അരുമനാഥൻ പാളയത്തിന് പുറത്ത് കിടക്കുമ്പോൾ ഞാനും അങ്ങയുടെ അടുക്കിലേക്ക്, എൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് പാളയത്തിന് പുറത്തേക്ക് കടന്നു വന്ന് അങ്ങ് അനുഭവിച്ച കഷ്ടത ഞാൻ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ അത് സന്തോഷത്തോടെ സഹിച്ച് അങ്ങയെ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ശാന്തമായിട്ടറിയട്ടെ. എല്ലാവരും ശാന്തമായിട്ട് കണ്ണുകളടച്ച് സ്വയമായിട്ടൊന്ന് പരിശോധിച്ചാട്ട്. ജഡത്തിലെ ഇഷ്ടങ്ങൾ, ലോകത്തിലെ ഇമ്പങ്ങൾ, ലോകത്തിലെ മോഹങ്ങൾ, ഇത് പൂർണ്ണമായിട്ട് ഒന്ന് വേർപെടുത്തി ദൈവത്തോട് പറയുമോ, കർത്താവേ, എൻ്റെ സന്തോഷമായിരിക്കേണ്ടത് ഈ ലോകം തരുന്ന സന്തോഷമല്ല. എൻ്റെ സന്തോഷമായിരിക്കേണ്ടത് ലോകം കാട്ടിത്തരുന്ന കാര്യങ്ങളല്ല. എൻ്റെ സന്തോഷമായിരിക്കേണ്ടത് എൻ്റെ ജഡത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടത് അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, ഇന്ന് രാത്രി ഹാളിൽ വാസ്തവം അതാണ് യഥാർത്ഥ വേർപാട്. എൻ്റെ പിതാവേ, അങ്ങയെ സ്നേഹിപ്പാൻ സകലത്തെക്കാളുപരിയായിട്ട്, എല്ലാത്തെക്കാളുപരിയായിട്ട്, ഈ ലോകത്തെക്കാളുപരിയായി, ലോകമക്കളെക്കാളുപരിയായി, സ്വന്തം മാതാവിനേക്കാളുപരിയായി, പിതാവിനേക്കാളുപരിയായി, മറ്റുള്ളവരെക്കാളുപരിയായി എൻ്റെ യേശുവെ അങ്ങയെ സ്നേഹിപ്പാൻ എൻ്റെ കർത്താവേ എനിക്ക് കൃപ ചെയ്യണമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, അരുമനാഥനാകുന്ന യേശു ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം അവന്റെ നീല ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ശാന്തമായി സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ താല്പര്യമുണ്ട്? വേറെ ഒരു സമർപ്പണം എടുപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായ ഉള്ളത്തിന്റെ ആഴത്തിൽ കൂടി എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ കർത്താവ്, ലോകത്തിന്റെ സന്തോഷമല്ല, അങ്ങ് പാളയത്തിന് പുറത്തായിരിക്കുമ്പോൾ ആ പാളയത്തിന്റെ പുറത്തേക്ക് കടന്നു വന്ന് അങ്ങയോടുകൂടെ കൂട്ടായ്മ ആചരിപ്പാൻ, അങ്ങയോടുകൂടെ സന്തോഷിപ്പാൻ ഇതാ എൻ്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു തരുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും? ആ പ്രിയപ്പെട്ടവരുടെ കരങ്ങളൊന്ന് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥാനം ദയവായിട്ടും എഴുന്നേറ്റുങ്ങാട്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്, കർത്താവേ, ഹല്ലേലൂയ, അങ്ങനെയുള്ള സ്നേഹം ഉള്ളത്തിൽ നയിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടോ. ഹല്ലേലൂയ,